പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്, സന്തോഷമാണോ? നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുമ്പം ചെറിയ കാര്യങ്ങളാണ് ദൈവം ആവശ്യപ്പെടുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി, ആ സഹോദരി നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ മലന്നടിച്ച് വീണം. പല വിധത്തിൽ വീഴ്ചയുണ്ട്. ഇത് സ്റ്റേജിൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലാണ് വീണത്. നട്ടെല്ല് തവിട് പൊടിയായി, കഴുത്ത്, നടു ആകെ വേദനയോട് വേദന. വർഷങ്ങൾ ഒരു സ്വൈര്യമില്ല. അതിൻ്റെ വണ്ണവും കുറഞ്ഞു, അതിൻ്റെ ഷേപ്പും പോയി, എല്ലും തോലുമായിട്ട് കണ്ടാൽ തിരിച്ചറിയാത്ത പോലെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നമുക്ക് വചനം കേൾക്കാൻ പോകാം. അപ്പോൾ ഇത് ചോദിച്ചു, എന്തിനാ പോണേ? ഇത്രയും കാലം പ്രാർത്ഥിച്ച്, ഇത്രയും കാലം കേട്ട് ഒരു ഗുണം ഉണ്ടായില്ല, ഇനിയിപ്പോൾ എന്തിനാ പോണേന്ന് ചോദിച്ചാൽ അതങ്ങനെ ഒരു മുരട് സ്വഭാവം. എങ്കിലും അതിനനുസരിക്കാനൊരു കൃപ, അതൊരു പാരമ്പര്യ കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയായതുകൊണ്ട് അമ്മ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോല, നീ വാടി എന്ന് പറഞ്ഞ അമ്മ അതിനെ കൊണ്ട് നേരെ അട്ടപ്പാടിക്ക് വന്നു. ഒരു ദിവസം വചന ശുശ്രൂഷയ്ക്ക്. അങ്ങനെ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്തിനാ പോയി പ്രാർത്ഥിക്കുന്നത്? ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കണമെന്ന് അതിന് തോന്നി. എന്നാലും അമ്മ പറഞ്ഞല്ലേന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നു. അപ്പോൾ അതിനോട് പറഞ്ഞ്, നീ സാക്ഷ്യപ്പെടുത്തി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ദൈവം ഇടപെട്ടു. എൻ്റെ പേര് നിമി തോമസ്, ഞാൻ മലമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച വന്നായിരുന്നു. എനിക്ക് 3 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 3 വർഷമായിട്ട് നടുവേദന കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നടുവേദന വരട്ടെ, വിവരം മനസ്സിലാവും. അത്രയും എനിക്ക് നടുവേദന വന്നല്ല, നടുവേദന പോലൊരു വേദന ഇന്നലെ വന്നു. എൻ്റെ ദൈവമേ പറയണ്ട. അപ്പം 3 വർഷം സഹിച്ചവരുടെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ നേഴ്സാണ്, ഫൈനൽ നേഴ്സിംഗ്. 2012 പഠിക്കുമ്പോൾ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിനിടയ്ക്ക് മലനടിച്ച് വീണു. തലയ്ക്കും കഴുത്തിനും നടുവിനായിട്ട് എൻ്റെ ഡിസ്കൊക്കെ തെറ്റി. ആയുർവേദം, അലോപ്പതി ചെയ്ത ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇതുവരെ 5 ഹോസ്പിറ്റലിൽ ഞാൻ മാറി മാറി നിൽക്കാണ്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം എപ്പം നിന്നാലും എനിക്ക് കുനിയാനെടുക്കാനൊന്നും പറ്റില്ല. അവസാനം നിർത്തി ഇവിടെ വന്നു. ഒന്നും പ്രതീക്ഷയില്ലാണ്ടായി. ഇവിടെ വന്നിപ്പം വേട്ടാച്ചിന് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച 1 മാസമായി. ഇന്നലെ 1 മാസമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ വന്നത്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ട് നീ പറ, നടുവേദന പറ. അപ്പം ഞാൻ എന്തിനാ പറയണേ? കുറേ പ്രാർത്ഥിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു ഫലമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നേഴ്സിംഗ് പ്രൊഫഷൻ താൻ വിടേണ്ടി വരും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തന്നെ ഫ്യൂച്ചർ സ്പോയിൽഡ് ആണെന്നൊക്കെ പറഞ്ഞു. വിഷമിച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അടുത്ത വരുന്ന ആദ്യ ശനിയാഴ്ച വന്ന് സാക്ഷ്യം പറയണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ആഴ്ച സിഹിൾ മിനിസ്ട്രിയുടെ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അത് കൂടിയിട്ടിപ്പോൾ അച്ഛൻ എൻ്റെ തലേശം തന്നെ വേദന ദൈവം സുഖപ്പെടുത്തി. അപ്പോഴാണ് ഞാനത് ഓർക്കണേ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്ക് പീരിയഡ്സിന് സമയത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ കിടപ്പായിരിക്കും, ഒന്ന് കാല് കട്ടിൽ താഴെ വയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രയും വേദന എടുത്ത് ഞാൻ പൊളയാറുണ്ട്. എത്ര നന്നായിരുന്നു, ഞാൻ നല്ല വണ്ണുണ്ടായിരുന്ന ഒരാളാണ്. ഈ വീഴ്ചയ്ക്ക് തോട്ടിച്ചിട്ട് ഞാൻ ഒത്തിരി മെലിഞ്ഞു പോകാറുണ്ട്. കാണുന്നവരുടെ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ദേവനെ ഒത്തിരി സുഖപ്പെടുത്തി. എനിക്ക് നടുവേദന മൊത്തമായിട്ട് മാറി. നടുവേദന ഫുള്ള് വിട്ടുപോയില്ലേ? നടുവേദന മൊത്തമായിട്ട് ദൈവം എടുത്ത് മാറ്റി. എനിക്കിപ്പോൾ കുനിയാം, എടുക്കാം, അടിക്കാം, തുടയ്ക്കാം, എനിക്ക് എൻ്റെ എല്ലാ പണിയും ചെയ്യാം. എനിക്ക് പീരിയഡ്സ് വന്നപ്പോൾ ഈ പ്രാവശ്യം ഒരു വേദന ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞു പോന്നു. കർത്താവ് അത്ഭുതമായി ഈശോ അങ്ങനെ സഹായിക്കും. എൻ്റെ ദൈവമേ, എത്രയോ 3 വർഷം നരകിച്ച് വേദനിച്ച്, ശരിക്കും പറഞ്ഞാൽ ആളെ കണ്ട് തിരിച്ചറിയാത്ത വിധം ശരിക്കും ശരീരം മെലിഞ്ഞു പോയി. എന്നിട്ടും ശരിക്കും ദൈവം അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചത് അമ്മ പറഞ്ഞ് പറ എന്ന് പറഞ്ഞു. അപ്പം കുട്ടിക്ക് അപ്പോഴും മനസ്സ് എന്തിനാ പറയേണ്ടത്, എത്ര പ്രാർത്ഥിച്ച് പറയണ്ട എന്ന്. പക്ഷേ എന്തായാലും ശരി അമ്മ പറഞ്ഞാലേ എന്ന് പറഞ്ഞ് എളുപ്പപ്പെട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈശോ അങ്ങോട്ട് ഒരു ബ്ലെസ്സിങ് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചത്? അടുത്ത ആദ്യ ശനിയാഴ്ച അഭിഷേകമാല വല്ലതും കാണും അങ്ങനെ എന്താ ചോദിച്ചോ അല്ലേ? അടുത്ത അഭിഷേകം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും അനിയത്തിമാരൊക്കെ അഭിഷേകം അങ്ങനെ കാണും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മതി, എന്തിനാ കാണണേ, എനിക്കൊന്നും പറ്റില്ലല്ലോ, എന്തിനാ ഞാനിത് കാണണേ വിചാരിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് അഭിഷേകം ഞാൻ കാണും, ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അച്ഛൻ എനിക്ക് ഏറ്റവും സന്തോഷം, ഇത്രയും 3 വർഷം ഞാൻ അനുഭവിച്ച വേദന ഇവിടെ വന്ന് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച അച്ഛൻ വന്ന് പറഞ്ഞു ഇനി വരുന്ന ആദ്യ ശനിയാഴ്ച ഒന്ന് സാക്ഷ്യം പറഞ്ഞു. 1 മാസം കൊണ്ട് എൻ്റെ വേദന ദൈവം മാറ്റി തന്നു. എല്ലാം കർത്താവ് അങ്ങ് എടുത്ത് മാറ്റി. അത് ശരിക്കും ചിന്തിക്കാൻ പറ്റില്ല. അതേമാതിരി അല്ലേ? ഒറ്റ പ്രാർത്ഥന, ഒറ്റ ദിവസം അതും വൈകുന്നേരം വരെ ഒരു സെക്കൻഡ് അമ്മ പറഞ്ഞ അനുസരിച്ചു. അപ്പം അങ്ങോട്ട് മാറി.
അപ്പോൾ ആ കുട്ടിക്ക് അത്ഭുതം. 3 വർഷം സഹിച്ചതൊക്കെ ഒറ്റ സെക്കൻഡോടെ എങ്ങനെ മാറിയെന്ന് ആ കുട്ടിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അത് സന്തോഷം വന്നിട്ട് അത് ആ കരഞ്ഞത് സങ്കടം കൊണ്ട് കരഞ്ഞതല്ല, സന്തോഷം കൊണ്ട് അതിന് കരച്ചിൽ വന്നു. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇതേമാതിരി ഒരു സെക്കൻഡ് മതി ദൈവഭക്തൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയാൻ. അപ്പോൾ ഇതേപോലെയുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നാളുകളായുള്ള കണ്ണുനീരും തകർച്ചയും വേദനയും എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് ആമുഖ വചനമായി കർത്താവ് നൽകുന്നത്. യേശയ്യ 42 അതിൽ 16-ാമത്തെ തിരുലിഖിതം. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. ആരാ നയിക്കുന്നത്? ഇവിടെ വട്ടായിലച്ചനോ അല്ലെങ്കിൽ വീട്ടിലെ അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ വീട്ടിലെ മൂത്ത ആങ്ങളമാരോ ഒന്നും അല്ല നയിക്കുന്നത്. നയിക്കുന്നത് കർത്താവാണ്. ക്യാൻസർ രോഗമായിരിക്കാം, പഠിച്ചിട്ട് തലേ കയറാത്തതായിരിക്കാം, നടുവേദന ആയിരിക്കാം, ഫ്യൂച്ചർ സ്പോയിലായിരിക്കുന്ന അവസ്ഥയായിരിക്കാം, തലപൊക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കാം, നിന്ദാപമാനം ഏറ്റിരിക്കുന്ന സാഹചര്യമായിരിക്കാം. ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് ഒരു ശ്രദ്ധയുണ്ട്. ദൈവം ഒരു പ്രോമിസ് നൽകിയിരിക്കുകയാണ്, ഞാൻ നിന്നെ നയിക്കും. എങ്ങനെ നയിക്കുന്നത്? അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും. കുരുടരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വതവേ നടക്കാൻ പറ്റാത്തവരാണ്, വഴി അറിയില്ല, തപ്പി കണ്ണോട്ടനാണേന്ന് പറഞ്ഞ് വടിയടിച്ച് നടക്കണല്ലേ. അതേപോലെ കണ്ണ് കാണാതെ വഴി അറിയാതെ തപ്പി വടിയും കൊണ്ട് അടിച്ചടിച്ച് നടക്കണ ആളുകളുണ്ടല്ലോ, അവർക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കഴിവുകളൊക്കെ പോയി, സ്വാഭാവികമായ സാധ്യതയെല്ലാം പോയി. അങ്ങനെ പഠിച്ചാൽ തലേ കയറുമില്ല, ആപ്ലിക്കേഷൻ കൊടുത്താൽ ജോലിയും കിട്ടിയല്ല, പിന്നെ വിദേശത്തേക്ക് പോകാൻ നോക്കിയാൽ എല്ലാം കടബാധ്യതയായി മാറും, ഓഫീസിൽ പോയാൽ 2 മാസം കൊണ്ട് തിരിച്ചു പോരും. ഇങ്ങനെ സ്വാഭാവികമായ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കാൻ നിവൃത്തിയില്ലാതെ കുരുടന്മാരെ പോലെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഞാനുണ്ട്. ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്നെ നയിച്ച് നിന്നെ ഞാൻ ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും വിശുദ്ധിയിലേക്കും പ്രാർത്ഥനയിലേക്കും നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അവരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അവരെ ഞാൻ ഉപേക്ഷിക്കരുത്. ചിലപ്പോൾ മദ്യപിച്ച് 10-30 വർഷമൊക്കെ മദ്യപിച്ച് എല്ലാം നശിപ്പിച്ച ആളായിരിക്കാം. ചിലപ്പോൾ പുകവലിച്ച് അങ്ങേ അറ്റം കണ്ട വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ പലതരത്തിലുള്ള ജീവിത കൂട്ടുകെട്ടുകളും ചില കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ജീവിതം നശിപ്പിച്ച ഒരു അന്തരീക്ഷമായിരിക്കാം. കർത്താവ് പറയാണ്, എങ്കിലും അവർക്കൊരു ഫ്യൂച്ചർ ഞാൻ കൊടുക്കും. അവരെ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഒരു ലൈഫും കൂടെ കൊടുക്കും എന്നാണ് പറയുന്നത്. അവരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇതിനെക്കുറിച്ച് തുടർന്ന് ചിന്തിച്ചപ്പോൾ ബൈബിളിൽ നിരവധി വ്യക്തികളുടെ കണ്ണുനീര് നിറഞ്ഞ അവസ്ഥകളിൽ ദൈവം അവരെ ഉപേക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ വേദന മനസ്സിലാക്കി അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ എനിക്ക് കാണാൻ സാധിച്ചു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ഒരു കുടുംബ അംഗത്തെയാണ് നമ്മൾ കാണുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 15 വരെ 7 പ്രാവശ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തി സാറ അവിടെയുണ്ട്. ആ സാറ 7 തവണ കല്യാണം കഴിച്ചെങ്കിലും ഓരോ തവണ കല്യാണം കഴിയുമ്പോഴും അസ്മോദേവൂസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടപിശാച് അതിൻ്റെ ഭർത്താവിനെ ആദ്യ രാത്രി തന്നെ കൊലപ്പെടുത്തും. ആ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ട്, ആ 7 ഭർത്താക്കന്മാർ കൊല്ലപ്പെടുന്നത് നേരിട്ട് കണ്ട മാനസിക വ്യഥ അനുഭവിക്കുന്ന ആ ഒരു പുത്രിയാണ്, ഒരു ദുഃഖത്തിൻ്റെ പുത്രിയാണ് സാറ.
നിങ്ങൾ ചിന്തിച്ച് നോക്കണം, സാറയുടെ ആ ഒരു പേഴ്സണൽ കോണ്ടാക്ട്സ്, അപ്പനും അമ്മയ്ക്കുള്ള ഒത്തിരി നല്ല വിശ്വാസമൊക്കെ വളർത്തിയ വലിയ തെറ്റും കുറ്റമൊന്നും പറയാൻ പറ്റാത്തൊരു കുടുംബത്തിലെ ഒരു നല്ല കുടുംബാംഗമാണ്. അതിൻ്റെ കല്യാണത്തിന് വേണ്ടി അപ്പനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോരോ കല്യാണങ്ങൾ ആലോചിച്ച് കൊണ്ടുവരും. ഒരു കല്യാണം കഴിഞ്ഞു, അതിൻ്റെ ഭർത്താവ് ആദ്യ രാത്രി തന്നെ മരിച്ചു. രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു, അന്നും രാത്രി തന്നെ മരിച്ചു. മൂന്നാമത്തെ കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രി തന്നെ ഭർത്താവ് കൊല്ലപ്പെട്ടു. അപ്പോൾ നാട്ടിലെല്ലാം വാർത്തയായി, ദേ ആ വീട്ടിലൊരു പിശാചുണ്ട്, ആ കുട്ടീനെ കല്യാണം കഴിക്കുന്ന ആരാണെങ്കിലും കല്യാണം കഴിക്കുന്ന ആളെ അന്ന് രാത്രിക്ക് രാത്രി പിശാചു കൊന്നുകളയുമെന്ന് ആ നാട്ടിൽ വാർത്തയായി. ഇനി ആരെങ്കിലും ആ കുട്ടീനെ ധൈര്യമായിട്ട് കെട്ടാൻ വരുമോ? അപ്പം അതുകൊണ്ട് പിന്നെ ആലോചനയ്ക്ക് വരുമ്പോൾ അപ്പം ചെറുക്കനും അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുമല്ലോ. പെണ്ണ് കാണാൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്തുള്ള വീട്ടുകാർ ചോദിക്കും, ചേട്ടൻ്റെ മോനെ ഇനി കാണുന്ന ആഗ്രഹമൊക്കെ ഉണ്ടോ? ഇങ്ങനെ 3 എണ്ണം ചത്തുപോയ വീടാ അത്. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു അപ്പൻ, മനസാക്ഷിയുള്ളൊരു അപ്പൻ മോനെ ആ വീട്ടിലേക്ക് വിടുക? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴാണ് ഒരു ചെറുക്കൻ, 4ാമത്തെ ചെറുക്കൻ വന്ന് പറഞ്ഞു, ഏത് പിശാചായാലും ഞാൻ അതിനെ കിട്ടുമെന്ന് പറഞ്ഞ് അതിനെ കെട്ടി. അന്ന് രാത്രി അസ്മോദേവൂസ് ഇറങ്ങി അതിനെ കഴുത്ത് പിരിച്ചങ്ങ് കൊന്നു. 4ാമത്തത് ചത്തു. അതേമാതിരി 5ാമത്തത്, 6ാമത്തത്, 7ാമത്തത്, ഇങ്ങനെ 7 കല്യാണം നടന്നു. ആ 7 ഭർത്താക്കന്മാർ കൺമുമ്പിൽ കടന്ന് കൊല്ലപ്പെടുകയാണ്. അത് പിശാച് കൊല്ലുകയാണ്. അത് കണ്ട ആ സാറയുടെ മനസ്സിൻ്റെ വേദന എന്തായിരിക്കും? ഇപ്പം ആ വീട്ടിൽ ഇനി വല്ല പ്രതീക്ഷയുണ്ടോ? കാരണം എന്താ? ഈ അപ്പനും അമ്മയും വാർദ്ധക്യത്തിലായി. ഈ 7 കല്യാണം നടക്കുന്നത് തന്നെ, ഒരു കല്യാണം ഒരാൾ മരിച്ചാൽ ആ വർഷം പിന്നെ കല്യാണം പറ്റില്ലല്ലോ, അതിന് ദുഃഖാചരണമൊക്കെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടക്കുള്ളൂ? അപ്പോൾ 7 എണ്ണം നടന്നെങ്കിൽ ഒരു 14-15 വർഷം കണക്കാക്ക്. 25ാമത്തെ വയസ്സിൽ കല്യാണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 40 വയസ്സായി സാറയ്ക്ക്. തലമുടി അവിടെ ഇവിടെയൊക്കെ നരച്ചു തുടങ്ങി, പല്ല് 1-2 കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ കല്യാണം നടക്കുമോ? ഈ അപ്പനും അമ്മയ്ക്കും വല്ല പ്രതീക്ഷയുണ്ട്? എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളൊക്കെ ജനിച്ച് കണ്ടിട്ട് മരിക്കാമെന്ന് അതിന് പ്രതീക്ഷിക്കാൻ പറ്റുമോ അപ്പനും അമ്മയ്ക്കും? ആ അപ്പനും അമ്മയും ആകെ വിഷമത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ സാറയോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് 2ാമത്തിന് പൊട്ടിത്തെറിക്കും. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ദേഷ്യമാണ്. കുടുംബത്തിൽ മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ്. ഒരു ശ്മശാന മൂകത ബാധിച്ചൊരു കുടുംബം. ബന്ധുക്കളാരും വരില്ല. കാരണം ഏത് രാത്രി ആരെ കൊല്ലണമെന്ന് പറയാൻ പറ്റില്ല. ഈ 7 ഭർത്താക്കന്മാരെ കൊന്ന പിശാച വീട്ടിൽ നിന്ന് പോയെന്ന് ഒരു ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ബന്ധുക്കൾ വന്നാൽ 4 മണിയാണ് വന്നാൽ ശരി കേട്ടോ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ബന്ധുക്കളെല്ലാം ഒരാൾ രാത്രി വീട്ടിൽ കിടക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒറ്റപ്പെട്ട ഒരു കുടുംബം, സങ്കടം കൊണ്ട് മൂടിയ 3 ജീവിതങ്ങൾ. സങ്കടം വർദ്ധിപ്പിക്കുന്ന വിഷയമുണ്ടായി. അതാണ് 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 3-ാം അധ്യായം 8 തൊട്ട് 15 വരെ. 8ാമത്തെ വാക്യം, 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിന്? അവർ മരിച്ചെങ്കിൽ നീയും പോയി ചാക്. നിന്റെ മകനെയോ മകളെയോ ഞങ്ങളുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ ഇടവരാതിരിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, അതായത് പണിക്ക് നിർത്തിയിരിക്കുന്ന, അടിക്കാനും തുടയ്ക്കാനൊക്കെ നിർത്തിയിരിക്കുന്ന വേലക്കാരികളുണ്ടല്ലോ. ഈ സാറ എന്തെങ്കിലും പറഞ്ഞ ഉടനെ സാറയുടെ ചിറിക്കിട്ട് തൊട്ടിട്ട് പറയും, ഡീ മര്യാദയ്ക്ക് നിന്നോ, നീ വലിയ കേമിയൻ കളിക്കും, നിനക്ക് 7 കിട്ടിയതല്ലേ, നിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും. അപ്പനും അമ്മയ്ക്കും വേലക്കാരികളെ പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സ് ചത്തുപോയി. അതുകൊണ്ട് ഒന്നിലും ശ്രദ്ധയില്ലാതെയായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം 10ാമത്തെ വാക്യം, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാം എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ആത്മഹത്യ ചെയ്യാം, തൂങ്ങിച്ചാകാം എങ്ങനെ ചിന്തിക്കുക. പല രാത്രി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് ആ കരച്ചിലിൻ്റെ അവസാനം അത് എഴുന്നേക്കും. ഞാനിപ്പോൾ പോയി ചാകും, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇത് കേൾക്കാൻ എനിക്ക് ഞാനിപ്പോൾ പോയി ചാകും എന്ന് പറഞ്ഞ് അത് ചാടി എഴുന്നേക്കും. പക്ഷേ ആത്മീയ പരിശീലനം കിട്ടിയ നല്ലൊരു കുടുംബത്തിലൊരു കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ മാനുഷികമായ ദുഃഖം വന്ന് മൂടുമ്പോഴും ദുർബുദ്ധി ഉള്ളിൽ ഉദിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ
ആത്മാവിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ സ്വരം അതിൻ്റെ ഉള്ളിൽ കേൾക്കാൻ തുടങ്ങും. അതാണ് അടുത്ത വാക്യം. എന്നാൽ അവൾ വിചിന്തനം ചെയ്തു, ഞാൻ പിതാവിൻ്റെ ഏക മകളാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കും. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് കൊണ്ടുവന്നാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. അങ്ങനെ പ്രവർത്തനം ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ കഠിനമായ വേദന വരുന്ന സമയത്ത് തോന്നാബുദ്ധി, ദുർബുദ്ധി, ഒറ്റച്ചിന്ത, വികടബുദ്ധി, പിശാചിൻ്റെ ഉപദ്രവം, ഇങ്ങനെയുള്ള പലതും അവരെ അലട്ടുന്ന സമയത്ത് ഈ ആത്മീയ പരിശീലനം, ചെറുപ്പത്തിൽ കൊടുത്ത ദൈവഭക്തി അവരുടെ സഹായത്തിനെത്തും. ഈ സാറ ചെറുപ്പത്തിൽ ഇതുപോലെ ആത്മീയ വചന ശുശ്രൂഷകൾ, ആത്മീയ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് സ്വന്തം അപ്പനെക്കുറിച്ച്, സ്വന്തം അമ്മയെക്കുറിച്ച് അതിന് ഓർമ്മ വന്നു. അത് അപ്പം തന്നെ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്ത എൻ്റെ കാര്യമൊക്കെ നടക്കും, ഞാനങ്ങനെ എനിക്ക് ചത്തുപോയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ക്ലിയർ ആവും. പക്ഷെ ജീവിച്ചിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ മനസ്സിൻ്റെ വേദന എന്തായിരിക്കും? ജീവിച്ചിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ മനസ്സിൻ്റെ വേദന എന്തായിരിക്കും? എൻ്റെ അപ്പ ഹൃദയം പൊട്ടിച്ചാവും. വേണ്ട, ഞാൻ എന്ത് വേദന സഹിച്ചാലും ശരി, എൻ്റെ അപ്പന് ദുഃഖം ഉണ്ടാക്കരുത്. നമുക്ക് അപ്പനോടുള്ള കൂറ്, കുടുംബത്തോടുള്ള ഒരു സ്നേഹം. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൾക്ക് പ്രകാശം കൊടുത്തു. 11-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൾ കിളിവാതിൽ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങന്ന് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ, എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എന്നൊക്കെ ഒരൊറ്റ വാക്ക് പോലും ദൈവത്തിനെതിരെ പറയുന്നില്ല, ഒരൊറ്റ വാക്ക് പോലും ദുഷിച്ച് പറയുന്നില്ല. ദൈവം എവിടെ? ദൈവം ഒന്നും കാണുന്നില്ലേ? ഞാനിവിടെ നരകിക്കുന്ന ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാതെ ദൈവഭയത്തോടെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് നമ്മളോട്. ഇവള് വഹിക്കുന്ന ഭാരവും ഇവള് സഹിക്കുന്ന വേദനയ്ക്കും കണക്കുണ്ടോ? സമാനതകളില്ലാത്ത വേദന സഹിക്കുകയാണ്. പക്ഷേ ഒരൊറ്റ നിന്ദാവചനം പോലും പാരൻസിനെ കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ അവൾ ഉച്ചരിക്കുന്നില്ല. അപ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. 15-ാമത്തെ വാക്യത്തിൽ ആ കുട്ടി പറയണത് ഇങ്ങനെയാണ്: പ്രവാസത്തിൽ എൻ്റെയോ എൻ്റെ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതയാണ് ഞാൻ, അവകാശിയായി അവന് വളരെ മക്കളില്ല. എനിക്ക് 7 ഭർത്താക്കന്മാരെ ലഭിച്ചു, അവരെല്ലാം മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവം കടാക്ഷിച്ച് ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. അതിൻ്റെ ഉള്ളിലെ വേദന അത് ദൈവത്തോട് പറഞ്ഞു. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്ക് ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. അതങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പം അപമാനവും ഒരുപാട് തരത്തിൽ കുടുംബ നാണക്കേടുമൊക്കെ സഹിക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ പഠിച്ചിട്ടും ഒന്നും തലേ കയറാതെ ഒക്കെ തോറ്റു പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ എന്ത് ചെയ്താലും ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് കടബാധ്യത കൊണ്ട് മൂടി ഇനി എന്തിന് ഞാൻ ബിസിനസ് ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തകർച്ച ഏതറ്റം വരെ എത്തി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏതറ്റം വരെ തകർന്ന് തരിപ്പണമായി താന്നുപോയ ഒരു കുടുംബമാണെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനം അസ്തമിക്കുന്നില്ല. ഈ സാറ ഇപ്പം നിലവിളിക്കാണ്. ഇനി അധിക്ഷേപങ്ങൾ, അത് അത്രയും അധിക്ഷേപം കൊണ്ട് മൂടപ്പെട്ട് ഇനി കല്യാണം നടക്കില്ല, അധിക്ഷേപം കൊണ്ട് മൂടപ്പെട്ട് കുടുംബത്തിൽ ഇനി ഫ്യൂച്ചറില്ല. ബാക്കിയുള്ളവരെല്ലാം ഇവരെ അങ്ങനെ തന്നെ പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, പിതാവിൻ്റെ പേരിന് കളങ്കം വരുത്തിയില്ലെന്ന് അങ്ങേക്കെങ്കിലും അറിയാലോ എന്ന് പറയുമ്പോൾ ഇവളെക്കുറിച്ച് ചീത്ത നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അവൾ നല്ലപോലെ നടപ്പുകാരി അല്ല, അവൾക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരണേന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ ഇവളെക്കുറിച്ച് ഒരുപാട് ചീത്ത കാര്യങ്ങൾ അങ്ങോട്ട് പ്രചരിക്കുന്നുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ ഈ കുട്ടി പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. അവർ ഒറ്റ പ്രാർത്ഥനയാണ്. ദൈവം അന്നേക്ക് ഇടപെട്ട് കൊച്ചു തോബിയാ സഹായിക്കപ്പെട്ടു. റാഫേൽ ദൂതൻ മാലാക വന്നു, മത്സ്യത്തിൻ്റെ ചങ്ക് കരൽ പുകച്ചു. അസ്മോസ് ദേവൂസ് എന്ന ദുഷ്ടഭൂതം വീടിൽ നിന്ന് ഓടി പുറത്ത് കിടന്നു. ദേവദൂതന്മാർ ഇറങ്ങി അതിനെ ബന്ധിച്ച് കംപ്ലീറ്റ് അതിനെ തുടച്ചു മാറ്റി. ഇതിൻ്റെ കല്യാണം നടന്നു. എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ കുടുംബത്തിൽ സംജാതമായി. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മാറി. നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിൽ തകർന്ന അവസ്ഥയിലാണെങ്കിലും ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ധ്യാനത്തിന് പോയിട്ട് കാര്യമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നില്ല, അങ്ങനത്തെ ദുർവാക്കുകൾ, ദൈവത്തിന് ദുർവഹമായ അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് അകന്നകന്ന് പോകരുത്. നാം എളിമപ്പെട്ട് കൂടുതൽ ദൈവത്തെ വാഴ്ത്തി ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരണം. ദൈവം സഹായിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പാലായിലൊരു കുടുംബം, ആ കുടുംബത്തിലൊരു പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ പ്രത്യേകത, എന്തോ ഒന്ന് വീണു, അപ്പം തൊട്ട് അതിന് ഒരു ബാധ കൂടി. അതിൻ്റെ തലയ്ക്കകത്തിരുന്ന് വലിയ ജനക്കൂട്ടങ്ങളുടെ ആരവം കേൾക്കുകയാണ്. അത് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അത് ഒരു സ്ഥലത്തേക്ക് പോവില്ല, ചിരിക്കില്ല, മിണ്ടുമില്ല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് പോകാം. പെട്ടെന്ന് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ടു പോകുന്നു. എൻ്റെ പേര് തങ്കച്ചൻ തോമസ്. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. പാലാ രൂപതയിലുള്ള മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനീ വരുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ്. എൻ്റെ മകള് 4 വർഷം മുമ്പ് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ബാഗുമൊക്കെ പുറത്തിട്ട് കോളേജിലേക്ക് നടന്നു പോകുന്ന വഴി ഒരു ഇറക്കമുള്ള റോഡിൽ നിന്ന് എടുത്തടിച്ചൊന്ന് വീണു. ഇപ്പോൾ കാലിൻ്റെ ഈ മുട്ട് രണ്ടും നന്നായിട്ട് അങ്ങ് പൊട്ടി. ഒരു 20 ദിവസം കോളേജിൽ പോകാൻ പറ്റിയില്ല. അതോടുകൂടി വീട്ടിലിരുന്ന് ആ 20 ദിവസത്തെ ക്ലാസ് പോയത് കൊണ്ട് അധ്യാപകർ ആ ഒരു ടെസ്റ്റ് പരീക്ഷയ്ക്ക് ഇരുത്താത്തതിൻ്റെ നിരാശയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന്, കൊച്ചിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് മുറ്റത്തിന് താഴോട്ട് എടുത്തടിച്ചൊന്ന് വീണു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു 2 ആൾ പൊക്കമുള്ള മുറ്റത്തിന് താഴേക്ക് ഒന്ന് വീണു. അങ്ങനെ ഭയപ്പെട്ടു. അപ്പം ഇത് അലസമായിട്ട് നടന്നിട്ടായിരിക്കുമെന്ന് ഓർത്ത് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇരുന്നു. 1 വർഷത്തോളം പഠിക്കാൻ പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് കോളേജിൽ പോകാൻ പറ്റിയില്ല. അതോടുകൂടി ഒരു നിരാശയായി 2 വർഷത്തോളം മരുന്നും ചികിത്സയൊക്കെ ആയിട്ട് നടന്ന് പാലായിലുള്ള ഒരു സൈക്കാട്രി ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് പോകേണ്ടതായിട്ടും വന്നു. ആകെപ്പാടെ പ്രശ്നമായി വലിയ ഭാരപ്പെട്ട് ഞങ്ങളിരിക്കുമ്പോൾ ഈ കൊച്ചിന് ഉറക്കം വരികയില്ല, തലവേദന, തലയ്ക്കകത്ത് ആൾക്കൂട്ടത്തിൻ്റെ ബഹളം, തല പെരുക്കുക, രാത്രി മുഴുവൻ തലയ്ക്കകത്തിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ബഹളം, ഒരു ആരവം ഇങ്ങനെ ചെവിക്കുള്ളിരുന്ന് കേട്ടോണ്ടിരിക്കും. രാത്രിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ ഇരിക്കും. അമ്മ എപ്പോഴും കൂടെ വേണമെന്നൊരു നിർബന്ധം. അങ്ങനെയല്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല കയ്യക്ഷരം, നന്നായിട്ട് പഠിക്കും, നല്ല അഭിപ്രായം, കോളേജിലെല്ലാം 1ാം സ്ഥാനം, ബെസ്റ്റ് സ്റ്റുഡന്റ്. അതെ, അതേപോലെ നല്ല കയ്യക്ഷരവും നല്ല പഠനവും. ഇങ്ങോട്ട് ധ്യാനത്തിന് വന്നാൽ നല്ലതാണെന്നൊക്കെ മനസ്സ് പറയും, പക്ഷെ എന്ത് ചെയ്താൽ വരാൻ പറ്റുകയില്ല. അവസാനം ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഡോക്ടറും പറഞ്ഞു ഇനി ഒന്ന് സ്കാൻ ചെയ്യണം, തലയ്ക്കകത്ത് പോലെ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉള്ള പോലെ മാരകമായ രോഗമുള്ള ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആകപ്പാട് ഞങ്ങൾ വീട്ടിലിങ്ങനെ സെഹിയോനിലെ പ്രാർത്ഥനാ പുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രേരണ കിട്ടി, സെഹിയോനിൽ വന്നാൽ സുഖപ്പെടും എന്ന് ഒരു പ്രേരണ മനസ്സിൽ വന്നു. പക്ഷേ വീട്ടിലെല്ലാവരും ഇങ്ങനെ മെഡിക്കൽ കോളേജിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പൈസയും ഇല്ല, സ്കാൻ ചെയ്യാനുള്ള പൈസയും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സഹോദരൻ ഒരു 5000 രൂപ തന്ന് മെഡിക്കൽ കോളേജിന് പോകാൻ സഹായിച്ചു. അപ്പം മെഡിക്കൽ കോളേജിന് ഞങ്ങളുടെ വീട്ടിലൊരു മീറ്റിംഗ് കൂടി. ഞങ്ങൾ 5 പേര്, 3 മക്കളുണ്ട് എനിക്ക്, ഭാര്യയും ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഈ പൈസ കൊണ്ട് മെഡിക്കൽ കോളേജിന് പോകണ്ട, നമുക്ക് സെഹിയോന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഞാനും ഈ കൊച്ചിൻ്റെ അമ്മയും കൂടെ ഇവിടെ സെഹിയോനിൽ വന്ന് അഭിഷേകാഗ്നി മലയിൽ പോയി ബുധനാഴ്ചത്തെ ഏകദിന പ്രാർത്ഥനായോഗത്തിൽ വന്ന് കുമ്പസാരിച്ചു, കുർബാന കണ്ടു, അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ആ സ്ഥലങ്ങളെല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു, ഗ്രോട്ടോടെ അവിടെ പ്രാർത്ഥിച്ചു. ഞാനിവിടെ പലപ്പോഴും വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ വഴിയോടെ വന്ന് അപ്പുറത്ത് കുരിശിൻ്റെ വഴി നടത്തി മുകളിൽ പോയി ഹെബ്രായൻ സെൻറ്ററിലെ ഓഫീസൊക്കെ കാണിച്ച് അവിടെ എല്ലാം കണ്ട് ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിലൊരു ചാപ്പലുണ്ട്, ആ ചാപ്പലും കാണണം. മാതാവിൻ്റെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീര് വന്ന ഒരു ചാപ്പലുണ്ട്, അതും കണ്ടിട്ട് അവിടുന്ന് ബസ്സിൽ കയറി പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഹെബ്രായൻ സെൻറ്ററിൻ്റെ അവിടുന്ന് ആ കോമ്പൗണ്ടിൽ കൂടെ ഇങ്ങ് ഇറങ്ങി വന്ന്
ആ ഇടകഴി കടന്ന് അപ്പുറത്തോട്ട് കടന്ന് ഉള്ള വഴിയെ ഇങ്ങ് പോരുമ്പോൾ കൊച്ചു നടുക്ക്, കൊച്ചിൻ്റെ അമ്മ ഫ്രണ്ടിൽ, ഞാനിങ്ങനെ ബാക്കിൽ. പെട്ടെന്ന് ഈ കൊച്ചങ്ങ് നിന്ന് ഇങ്ങനെ ചെവി അങ്ങ് പൊത്തി പിടിച്ചു. പപ്പ, എൻ്റെ ചെവിയിൽ നിന്നൊരു പക്ഷി ഈ പള്ളക്കകത്തോട്ട് പറന്നു പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് നന്നായിട്ട് ചിരിച്ചു കാണിച്ചു. 2 വർഷമായിട്ട് പുള്ളി ചിരിച്ചിട്ടില്ല. പക്ഷി എന്താ ചെയ്തെന്ന് പറഞ്ഞേ? പപ്പ, എൻ്റെ ചെവിയിൽ നിന്നൊരു പക്ഷി ഈ പള്ളക്കകത്തോട്ട് പറന്നു പോയി എന്ന് പറഞ്ഞു. ഈ നടന്നു വരുന്ന റോഡിൻ്റെ സൈഡ് കാടുണ്ട്. ആ പള്ളയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പല ഭാഗത്തും പള്ളയെന്ന് പറഞ്ഞാൽ പലതാണ്. അപ്പോൾ ആ കാട്ടിലേക്ക് അങ്ങോട്ട് പറന്നു പോയെന്ന് പറഞ്ഞു. പപ്പ, ഒരു പക്ഷി കാട്ടിലേക്ക് പറന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ചിരിക്കാൻ തുടങ്ങി. അതെ, എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, എന്നിട്ട് ഈ കുട്ടി നേരത്തെ ചിരിക്കില്ലായിരുന്നോ? ഈ കുട്ടിക്ക് ചിരിക്കാൻ നേരത്തെ നന്നായിട്ട് ചിരിച്ചു കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് വീട്ടിൽ. നേരത്തെ ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കല. 2 വർഷമായിട്ട് ചിരിക്കുകയില്ല, അധികം മിണ്ടുകയില്ല, എന്തെങ്കിലും വന്ന റിയാക്ഷൻ കാണിക്കും. അങ്ങനെ പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതങ്ങോട്ട് മാറി. അപ്പോൾ തൊട്ട് പക്ഷി അങ്ങ് പറന്നു പോയപ്പോൾ തൊട്ട് ചിരിക്കാൻ തുടങ്ങി. ഒച്ചയൊക്കെ മാറിയോ? പിന്നെ ഇപ്പോൾ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ വന്നതായതുകൊണ്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വരാനിരിക്കുകയാണ്. പിന്നെ ഡോക്ടറെ കാണിച്ചു. ഇവിടുന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും നാൾ മരുന്ന് കഴിച്ചതല്ലേ, അതുകൊണ്ട് മരുന്ന് കഴിച്ചു, ഡോക്ടർ പറയും അപ്പോൾ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം കയ്യിലിരുന്ന മരുന്ന് തീർന്നു. അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഈ സൈക്യാട്രി ഡോക്ടർ ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. മരുന്ന് നിർത്താൻ ഡോക്ടർ നിർദ്ദേശം. പിന്നെ ഇവിടെ ചെന്നിട്ടും പൈസ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. മെഡിക്കൽ കോളേജിൽ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ പിന്നെ ഇത് പോയോന്ന് ഫുള്ളായിട്ട് ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു തറോ ചെക്കപ്പ് അങ്ങ് നടത്തി. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഈ കാര്യത്തിന് മരുന്ന് കഴിക്കേണ്ട, ഈ കാര്യത്തിന് കുട്ടീനെ ഇപ്പോൾ കുട്ടി സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, ക്ലാസ്സിൽ പോകാൻ തുടങ്ങി, പുറത്ത് നടക്കുന്നു, എല്ലാ വിധത്തിലും ആദ്യത്തെ പോലുള്ള ആ സ്ഥിതി കർത്താവ് അങ്ങോട്ട് പുനഃസ്ഥാപിച്ചു കൊടുത്തു. നോക്കിയ ഒരു അന്ധകാര പീഡ ക്ഷണനേരം കൊണ്ട് അങ്ങോട്ട് കുടുംബത്തിൽ നമ്മൾ ഒഴിഞ്ഞു പോയി. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേൽ വിയാം, എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെയും ഓരോ ജീവിതങ്ങളെയും പല വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ വിഷമാണോ അതെല്ലാം പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. മാതാപിതാക്കളും മക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. സമൂഹം ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നന്നായിട്ട് അതരം തുറക്കണം, പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ കുടുംബങ്ങളെ ഗ്രസിക്കുന്ന എല്ലാ ഭിന്നതകളെയും കലഹങ്ങളെയും ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയുടെയും രോഗബാധയുടെയും മാരക വ്യാധികളുടെയും ആധിപത്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ഇപ്പോൾ തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനും പാഠങ്ങളിൽ നന്നായി ഗ്രഹിക്കാനും സ്കൂളിൽ പോകാനും തടസ്സമുണ്ടാക്കുന്ന തടസ്സശക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ജോലി മേഖലയുള്ള അസ്വസ്ഥതകൾ, സമാധാനക്കേട്, പ്രമോഷന്റെ തടസ്സങ്ങൾ, ശമ്പളം കിട്ടാനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. അവിശ്വാസ പീഡയെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോട്ടെ. അനേക ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കർത്താവേ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധനായവൻ